സ്റ്റെതസ്കോപ്പും കൈലേന്തി വോട്ട് തേടി LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ. പാലക്കാട് നഗരത്തിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഞായറാഴ്ചയിലെ ഡോക്ടർ പി സരിൻ്റെ പ്രചാരണം. സച്ചിൻ ചേരുന്നു. സച്ചിൻ, വ്യത്യസ്തമായ ഒരു പ്രചരണമായിരുന്നല്ലോ ഇന്ന് പാലക്കാട്. ഒപ്പം തന്നെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് 1300 ലിറ്റർ സ്പിരിറ്റുമായി ഒരു കോൺഗ്രസ് നേതാവിനെ, പ്രാദേശിക നേതാവിനെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. കള്ളപ്പണം, ഇപ്പോൾ സ്പിരിറ്റ്, അങ്ങനെ പുതിയ പുതിയ മാർഗങ്ങൾ പരീക്ഷിക്കുകയാണ് UDF അവിടെ. ഷമ്മി, തീർച്ചയായും. കാരണം ഇന്ന് വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ കോളിളക്കമാണ് പാലക്കാട് ഉണ്ടായിരിക്കുന്നത്. അത് വീണ്ടും UDFനെ തന്നെയാണ് ആഴ്ത്തിയിരിക്കുന്നത്. കാരണം കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള കൊഴിഞ്ഞാമ്പാറ സ്വദേശിയായുള്ള രമേശിനെയാണ് ഇത്തരത്തിൽ സ്പിരിറ്റുമായി പിടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കള്ളപ്പണത്തിൻ്റെ പെട്ടിയായിരുന്നെങ്കിൽ ഇന്ന് സ്പിരിറ്റ് കേസാണ് UDFനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അതിന് കൃത്യമായ രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളൊക്കെ രൂക്ഷമായ വിമർശനവും UDFനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് UDFനെതിരെ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും അതുപോലെ തന്നെ മന്ത്രി MB രാജേഷും ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം കള്ളപ്പണം വോട്ട് പിടിക്കാൻ നോക്കുന്ന UDF ഇപ്പോൾ മദ്യം, സ്പിരിറ്റ് അടക്കം വിതരണം ചെയ്തുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരാജയ ഭീതിയാണ് ഇതിന് കാരണമെന്നാണ് ഇടതുപക്ഷ നേതാക്കളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് UDF ഇപ്പോൾ ഉള്ളത്. ഇന്ന് അവധി ദിനമായതിനാൽ LDFൻ്റെയും UDFൻ്റെയും അതുപോലെ തന്നെ NDAയുടെ സ്ഥാനാർത്ഥികളെല്ലാം പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു. രാവിലെ തന്നെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു LDFൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം പുരോഗമിച്ചത്. വൈകിട്ടും പല സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ടുമാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിലടക്കം കൃത്യമായി പങ്കെടുത്തുകൊണ്ട് മണ്ഡലത്തിലെ പുരോഗതി വിലയിരുത്തിയിട്ടുണ്ട്. ഷമ്മി, സച്ചിനാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നൽകിയത്.